ചൂരൽമല ഉരുൾപൊട്ടലിൽ പല കുടുംബങ്ങളും ഒലിച്ചുപോയി. ഒരുപാട് പേരാണ് ഇല്ലാതായത്. ആ കുടുംബങ്ങളിലെ വളർത്തുമൃഗങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉടമയെ തിരക്കി പരതുന്ന അത്തരം ഒരുപാട് വളർത്തുമൃഗങ്ങളെ കാണാം. അത്തരം ഒരു വളർത്തുമൃഗത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. നമുക്ക് അവരിലേക്ക് പോകാം. അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽ പട്ടി പെട്ടത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും പട്ടിയെ ശ്രദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പട്ടി നമ്മുടെ പരിസരത്തേക്ക് 1-2 തവണ വരുന്നൊരു സ്ഥിതി ഉണ്ടായി. നമ്മളങ്ങനെ വാഹനം കിട്ടാതെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോഴാണ് പട്ടി നമ്മുടെ കൂടെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കുറച്ച് ദൂരെ വരെ നടന്ന്, അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് നടന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിലിരുന്നു. പട്ടിയും നമ്മുടെ കൂടെ വന്ന് വെയിറ്റിംഗ് ഷെഡിലിരുന്നു. പിന്നീട് നമ്മുടെ വാഹനം അവിടെ എത്തിയ ശേഷം നമ്മൾ വാഹനത്തിൽ കയറി പട്ടി നമ്മുടെ പുറകെ തന്നെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമ്മൾ പട്ടിയെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പട്ടിയെ നമ്മുടെ വാഹനത്തിലേക്ക് വിളിച്ചു. അത് നേരെ കയറി വന്നു. നമ്മൾ കാസർഗോഡ് നിന്നുള്ള പ്രവർത്തകരാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ പട്ടിയെ നമ്മൾ കാസർഗോഡേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ ആയിരുന്നില്ല ഈ പട്ടിയുടെ കോലം. നമ്മളിതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു ചൈനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക്, കാണുന്ന ഒരു ഇതിലേക്ക് ആക്കിയത്. സാധാരണ വീട്ടിൽ വളർത്തുന്നതായി എല്ലാവരുമായിട്ട് ഇടപെടുന്ന കണ്ടുകൊണ്ട് നല്ല ഇണങ്ങിയതായതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു. പക്ഷേ ഇവർ നമ്മുടെ ഒരു സഖാവ് അതിനെ കൊണ്ടുപോകാനുള്ള കാസർഗോഡേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ നേരത്തെ ഈ ക്യാമ്പിൽ നായയുമായി താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ് മാതൃഭൂമി ന്യൂസിൽ തന്നെ. ഇപ്പോൾ അവിടെ ഒട്ടനവധി ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ട വളർത്തുമൃഗങ്ങളുണ്ട്. അത്തരം വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് വലിയൊരു മനസ്സ് തന്നെയാണ്. അത്തരം കാര്യങ്ങളാണ് ഈ യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.